സഭ നിർത്തിവെച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണ് എന്ന് സ്പീക്കർ അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് നോട്ടീസ് തരുന്നില്ല എന്നാണ് സ്പീക്കർ ചോദിക്കുന്നത്. സ്പീക്കറും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിൽ വലിയ തർക്കമുണ്ടായിരുന്നു. സ്വർണ്ണപ്പാളി വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികൾ ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം അത്രത്തോളം വലിയ പ്രതിഷേധം തന്നെ ഉണ്ടായിരുന്നു. സർക്കാർ തയ്യാറാണ്, പക്ഷേ എന്തുകൊണ്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകുന്നില്ല എന്നാണ് സ്പീക്കറിന്റെ ഭാഗത്തു നിന്നും ചോദ്യം ഉയർന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ ഈ വിഷയം ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ് പറഞ്ഞല്ലോ. ഇതിനാണ് കോടതി പറയുകയും ചെയ്തു. കോടതി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ആക്കി. ഇതിലെന്ത് ചെയ്യാൻ പറ്റും? അതിനപ്പുറത്ത് SIT ഏർപ്പാടാക്കി അന്വേഷണം നടക്കുകയാണ്. നിങ്ങൾ അവിടെ ഇരിക്കെ, സഭ നടക്കട്ടെ. പ്ലീസ് ചോദ്യോത്തരം റദ്ദ് ചെയ്യുന്നു. സഭ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു. സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ നടപടികൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. സ്പീക്കർ അവസാനം പറഞ്ഞതും ഈ കാര്യം തന്നെയാണ്. സർക്കാർ ശബരിമല വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ നിങ്ങൾ എന്തുകൊണ്ട് നോട്ടീസ് നൽകുന്നില്ല? SIT രൂപീകരിച്ച അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് തുടങ്ങിയ കാര്യങ്ങൾ സ്പീക്കർ അറിയിച്ചുകൊണ്ട് സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതുകൂടിയാണ് നമ്മൾ കണ്ടത്. കാരണം തുടക്കം മുതൽ തന്നെ വലിയ പ്രതിഷേധം. ഇന്നും നിയമസഭയിൽ സ്വർണ്ണപ്പാളി വിഷയം എത്തും എന്നുള്ളത് ഉറപ്പായിരുന്നു. അതിൽ പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളതും ഉറപ്പായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതുപോലെ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധമുയർത്തുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുടക്കത്തിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ സ്പീക്കർ ആ സമയം കുറച്ച് സമയം നൽകുകയും ചെയ്തിരുന്നു. അതിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. അവർ അതിൽ ഉറച്ചു നിൽക്കുന്നു. ദേവസ്വം മന്ത്രി രാജിവെക്കണം, CBI അന്വേഷണം വേണം തുടങ്ങിയ കാര്യങ്ങൾ പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടും പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ തന്നെ സ്പീക്കർ സംസാരിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. ആ വിധത്തിലാണ് കാര്യങ്ങൾ. സ്പീക്കറിന്റെ ഡയസിന് തൊട്ട് മുന്നിൽ വന്നു നിന്നുവരെ ബാനർ ഉയർത്തിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു. പ്ലക്കാർഡുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. നിയമസഭയിൽ നിന്നും അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അമൽ, അല്പം മുൻപ് സംസാരിച്ചപ്പോൾ അമൽ തന്നെ പറഞ്ഞ കാര്യമാണ്, ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എത്ര സമയം നിയമസഭാ നടപടികൾ പോകുമെന്നറിയില്ല. അങ്ങനെ തന്നെയാണ് സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുന്നു. അത്രത്തോളം വലിയ പ്രതിഷേധം ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. 10 മണിക്ക് സഭാ നടപടികൾ പുനരാരംഭിക്കാനാണ് സാധ്യത. നിലവിലെന്തായാലും സഭയിൽ ഉണ്ടായിരിക്കുന്ന പ്രതിപക്ഷ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സാധാരണ നിലയിൽ ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടാകുമ്പോൾ, സഭാ നടപടികൾ തടസ്സപ്പെടുമ്പോൾ സ്പീക്കർ പ്രതിപക്ഷ നേതാക്കളുമായി, കക്ഷി നേതാക്കളുമായി ഒരു ചർച്ച നടത്തുന്നത് പതിവാണ്. പക്ഷേ ഇന്ന് അത്തരത്തിലൊരു ചർച്ചയുണ്ടാകുന്നില്ല. ഇന്നലെയും അതുണ്ടായിരുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണ്, പക്ഷേ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് ഒരു നോട്ടീസ് പോലും നൽകുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയാണ് സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെക്കുകയാണ് എന്ന് അല്പം മുമ്പ് വ്യക്തമാക്കിയത്. സഭാ നടപടികൾ ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോൾ 10 മണിക്കായിരിക്കും പുനരാരംഭിക്കുക. പ്രതിപക്ഷം ഇന്നും ഇന്നലത്തേതിന് സമാനമായി തന്നെയുള്ളൊരു പ്രതിഷേധം സഭയിൽ നടത്തുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. സഭ തുടങ്ങി സ്പീക്കർ ചെയറിലേക്ക് എത്തിയ ആ സമയം മുതൽ പ്രതിപക്ഷ പ്രതിഷേധമാണ്. പ്രതിപക്ഷ നേതാവ് നേരത്തെ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങൾ വീണ്ടും ഉന്നയിച്ചു. ദേവസ്വം മന്ത്രി രാജിവെക്കുക, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെയും ദേവസ്വം മന്ത്രിക്കെതിരെയും കേസെടുക്കുക, കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു CBI അന്വേഷണം പ്രഖ്യാപിക്കുക. ഈ പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ചർച്ചയ്ക്ക് തയ്യാറാകാത്തത് എന്ന് തിരിച്ചാണ് സ്പീക്കർ ചോദിക്കുന്നത്. ചർച്ച തന്നെ വേണം, സംസാരിക്കണം എന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് പ്രതിപക്ഷം വീണ്ടും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി 10 മണിയോടുകൂടിയായിരിക്കും സഭാ നടപടികൾ വീണ്ടും പുനരാരംഭിക്കാൻ പോകുന്നത്. അത്രത്തോളം വലിയ പ്രതിഷേധവുമായിട്ട് പ്രതിപക്ഷം മുന്നിലേക്ക് പോകും.